بها يا الله അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹ് പാപികളാണ് അല്ലാഹ് വിവരമില്ലാത്തവരാണ് അല്ലാഹ് അറിവില്ലാത്തവരാണ് അല്ലാഹ് ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാണ് അല്ലാഹ് അല്ലാഹുവേ നീ റഊഫാണല്ലോ വദൂദാണല്ലോ റഹീമാണല്ലോ അല്ലാഹ് അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് അല്ലാഹുവേ ഈ പവിത്രമായ മുഹറമിലെ ഈ പുണ്യമായ സമയങ്ങൾ അത്രയും ഞങ്ങൾ ചെലവഴിച്ചത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് വരുന്ന വീടുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ഖുർആനോദി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഹദ്ദാദ് ചൊല്ലി അസ്മാഉൽ ഹുസ്ന ചൊല്ലിയല്ലോ അല്ലാഹ് അല്ലാഹുവേ അവരുടെ പേര് നിനക്ക് അറിയാം അവരുടെ നാട് നിനക്കറിയാം അവരുടെ വിഷമങ്ങൾ നിനക്കറിയാം പ്രയാസങ്ങൾ നിനക്കറിയാം അല്ലാഹുവേ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ് ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ് ദുനിയവിയും മുഖ്റവിയും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹുവേ നീ പരിഹാരം നൽകണേ അല്ലാഹ് നീ പരിഹാരം നൽകണേ അല്ലാഹ് നീ പരിഹാരം നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും നല്ല ഇസ്സത്തോടെ നല്ല അന്തസ്സോടെ നല്ല അഭിമാനത്തോടെ നമ്മുടെ പോരായ്മകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒരാളെയും അറിയിക്കാത്ത രൂപത്തിൽ അല്ലാഹുവേ നല്ല ഇസ്സത്തോടുകൂടെ അന്തസ്സോടുകൂടെ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥ വരാതെ നല്ല റാഹത്തോടെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹ് ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ് ആലത്തൂര് സോണിലാണ് നമ്മളുള്ളത് മാഷാ അല്ലാഹ് സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് കേളികേട്ട മണ്ണാണ് ഒരുപാട് സ്വാന്തനത്തിന്റെ പ്രവർത്തകരുടെ നിഷ്കളങ്കമായ പ്രവർത്തനം കൊണ്ട് കേരളമൊട്ടുക്കും അറിയപ്പെട്ട നല്ല നാട്ടുകാരുള്ള നല്ല പ്രവർത്തകരുള്ള നാടാണ് അല്ലാഹുവേ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കൾക്കും എല്ലാ പ്രവർത്തകർക്കും അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് ആരോഗ്യം നൽകണേ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പവിത്രമായ സുവയ്യസിന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ എസ്എസ്എഫിന്റെ എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും അല്ലാഹുവേ നീ ദീർഘായുസ് നൽകണേ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യം നൽകണേ അല്ലാഹ് ഈ മഹത്തായ പരിപാടി എസ്എസ്എഫിന്റെ പ്രവർത്തകരും ഇതിന്റെ സംഘാടക സമിതിയുമെല്ലാം ചേർന്ന് നടത്തുമ്പോ അവരുടെ മനസ്സിൽ ആദിയാണ് അവരുടെ മനസ്സിൽ വേദനയാണ് അവരുടെ മനസ്സിൽ ദുഃഖമാണ് ആരാണ് ഈ പരിപാടി ഇവിടെ നിന്ന് തീർന്ന് ഈ സ്റ്റേജുകളെല്ലാം അഴിച്ച് അവരിങ്ങനെ എല്ലാവരെയും പിരിച്ചു വിടുന്ന സമയത്ത് അല്ലാഹ് ഇതിന് വലിയ ഭാരിച്ച ചെലവുണ്ടല്ലോ ചെലവ് ആരാണ് റബ്ബേ വഹിക്കുക എന്ന വേദനയിലാണ് ദുഃഖത്തിലാണ് പ്രയാസത്തിലാണ് ഓരോ സാഹിത്യോത്സവം നടത്തുമ്പോ അതിന്റെ സംഘാടകർ അനുഭവിക്കുന്ന വേദനകളാണ് അല്ലാഹുവേ നിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഈ പ്രവർത്തകരായ എസ്എസ്എഫിന്റെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങളിലൂടെ അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കുറിച്ച് പഠിക്കുകയാണ് അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് ഉത്സാഹത്തോടെ കടന്നു വരികയാണ് പുതിയ പ്രതിമാത്വം തെളിയിക്കുകയാണ് പുതിയ ഒരു
ലോകം കുട്ടികളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഓരോ സാഹിത്യോത്സവങ്ങളും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ വലിയ ധർമ്മങ്ങളാണ്. ആ ധർമ്മങ്ങൾക്ക് മുന്നിലേ നമുക്ക് നിന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നാഥനായ റബ്ബിന്റെ കോടതിയിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൈകടിക്കേണ്ടി വരോ? കുട്ടികളുടെ പ്രതിഭാത്വം തെളിയിക്കുവാനും ധാർമ്മികതയിലൂന്നിയ നല്ല രൂപത്തിലുള്ള വലിയ പ്രതിഭാത്വം തെളിയിച്ചവരെ ഉന്നതന്മാരായ വലിയ പ്രതിഭാശാലികളാക്കി മാറ്റുന്നതിന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളല്ലാതെ നമ്മുടെ മുന്നിൽ എന്താണുള്ളത്? ഒരു കുട്ടിക്ക് എന്തൊരു ആവേശമാണ് ഈ സ്റ്റേജിലേക്ക് വന്നിട്ട് ഒന്ന് പാടാനുള്ള അവസരം കിട്ടിയാൽ, ഒന്ന് പറയാനുള്ള അവസരം കിട്ടിയാൽ, അവരുടെ പ്രതിഭാത്വം തെളിയിക്കാനുള്ള കഴിവൊന്ന് കിട്ടിയാൽ, ആ കഴിവിന് വേണ്ടി കുട്ടികൾ ഒരുങ്ങുകയാണ്, രക്ഷിതാക്കൾ ഒരുങ്ങുകയാണ്. ഓരോ സാഹിത്യോത്സവം നിർവഹിക്കുന്ന ധർമ്മങ്ങള് വലിയ ധർമ്മങ്ങളാണ് മുഅ്മിനീങ്ങളെ. ധാർമ്മികതയിലൂന്നിയ ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തെ ഇവിടെ പടുത്തുയർത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത്. അത് സാഹിത്യോത്സവിന് മാത്രമേ സാധിക്കൂ.